ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ റെറ്റിനോളിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. റെറ്റിനോൾ എന്താണ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാവുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എല്ലാം അറിഞ്ഞിട്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവാം. അതേപോലെ തന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അങ്ങനെയുള്ളവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിനെക്കുറിച്ചിട്ട് നന്നായി അറിയുക. ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞ് പഠിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിൽ എന്താണ് റെറ്റിനോൾ, അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ, ഏത് വയസ്സിൽ നമുക്ക് ഉപയോഗിക്കാം, എന്തൊക്കെ ചെയ്യാൻ, അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ റെറ്റിനോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വൈറ്റമിൻ എയുടെ വേറൊരു ഫോമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അതിനെ വൈറ്റമിൻ A1 എന്ന് കൂടി വിളിക്കും. സ്കിൻ ക്രീംസ്, ലോഷൻസ്, സിറം, ഇതിലൊക്കെ ഈ റെറ്റിനോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കാണാവുന്നതാണ്. ഇനി ഈ റെറ്റിനോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഈ മുഖത്ത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. റെറ്റിനോൾ സ്കിൻ സെൽ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്. സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഇതിൻ്റെയൊക്കെ അപ്പിയറൻസ് റെഡ്യൂസ് ചെയ്ത് സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലംപ് അപ്പിയറൻസ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആക്നെ ഉള്ളവർക്ക് നല്ലതാണ്. ആക്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ മുഖത്തെ സെൻസിറ്റീവ് ഏരിയ ഒഴിച്ച്, ഇപ്പോൾ കണ്ണിന് ചുറ്റുമൊന്നും ആവാതെ ഒരു വളരെ തിൻ ലെയറായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ശേഷം ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ നോൺ കൊമിഡോജനിക് ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർസിനെ ബ്ലോക്ക് ചെയ്യാത്ത ടൈപ്പ് മോയ്സ്ചറൈസർ. ഇനി നിങ്ങൾ ഫസ്റ്റ് ഈ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, വളരെ മൈൽഡായിട്ടുള്ള ഇറിറ്റേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആദ്യം ഉപയോഗിക്കുക. നമ്മുടെ സ്കിന്നിന് ഒരു ബാരിയർ ആയിട്ട് കൊടുക്കാം. നമ്മുടെ ഫേസിലേക്ക് റെറ്റിനോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്കിൻ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ സമയം എടുക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ ഫേസിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം മോയ്സ്ചറൈസർ പിന്നീട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി പറയാൻ പോകുന്നത് റെറ്റിനോൾ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമായിട്ട് യൂസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ സ്കിൻ അതിനോട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഗ്രാജുവലി അതൊരു ആഴ്ചയിൽ 3-4 പ്രാവശ്യമായിട്ട് കൂട്ടിയെടുക്കാം. ഇനി ചിലവർക്ക് റെറ്റിനോൾ യൂസ് ചെയ്തതിനു ശേഷം സ്കിന്ന് ഡാർക്കായിട്ട് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കൊള്ളുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ ഇതൊന്നും കൂടി സെൻസിറ്റീവ് ആക്കും. അങ്ങനെ ഡെയിലി വെയിൽ കൊള്ളേണ്ടി വരികയാണെങ്കിൽ സ്കിൻ എന്തായാലും ടാൻ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു സ്കിൻ പ്രൊട്ടക്ഷൻ എന്തായാലും എടുക്കുക. ഒരു SPF, നല്ലൊരു SPF ഉപയോഗിക്കുക. പിന്നെ വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർ ഉള്ളത് കാരണം പറയുകയാണ്. വൈറ്റമിൻ സി ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ റെറ്റിനോൾ ഉപയോഗിക്കുമ്പം രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കുക. ഒന്ന് രാവിലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് രാത്രിയായിട്ട് ഉപയോഗിക്കുക. റെറ്റിനോൾ ഇനി ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നോക്കാം. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും അതേപോലെ തന്നെ ഫീഡ് ചെയ്യുന്നവരൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിലെ ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്ന് ഇവർക്ക് ചിലവർക്കൊന്നും കുഴപ്പമുണ്ടായെന്ന് വരില്ല. എന്നാലും ഒരു മുൻകരുതലെടുത്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സെൻസിറ്റീവോ ഡ്രൈ സ്കിന്നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു 4 ബെസ്റ്റ് റെറ്റിനോൾസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.